ഇത്രയും വലിയൊരു അത്ഭുതമൊക്കെ ഒറ്റ രാത്രിയും കൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു? അപ്പം ഒരു മഹാ അത്ഭുതം പോലെ തോന്നി. ഞാൻ കോഴിക്കോട് നിന്ന് വരുവാണ്. ഇതെൻ്റെ അമ്മയാണ്, പേര് ഷേർലി. ഞങ്ങൾക്ക് മാതാവ് തന്നെ ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ. ഞാൻ കഴിഞ്ഞ ജനുവരി 16 ഈ 2023 ജനുവരി 16 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അമ്മയ്ക്ക് നവംബർ പകുതിയോടെ ഡിസംബർ ആദ്യത്തോടു കൂടി ഭീകരമായൊരു നടുവേദന വന്നു. അമ്മയ്ക്ക് ഡിസ്കിനൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നടുവേദന ഭയങ്കരമായിട്ട് കൂടുതലാവുകയും പിന്നെ അമ്മയ്ക്ക് നടക്കാനോ എണീറ്റ് നിന്ന് സ്ഥിരമായിട്ട് ചെയ്യുന്ന പണികളൊന്നും ചെയ്യാനോ ഒന്നും പറ്റാതായി. ഭിത്തിയിലൊക്കെ ഇങ്ങനെ പിടിച്ചാണ് ബെഡിൽ നിന്നൊക്കെ എണീറ്റ് മറ്റൊരു റൂമിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമേ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം MRI സ്കാൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത് നട്ടിൽ ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ആകെ ഒരു വഴിയെന്ന് പറയുന്നത് സർജറി ചെയ്തിട്ട് ഈ നട്ടിൽ ഡിസ്ലൊക്കേറ്റ് ആയത് യഥാസ്ഥാനത്ത് എത്തിച്ചേച്ച് സ്ക്രൂ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് ഭയങ്കര റിസ്ക് ഉള്ളൊരു ജോലിയായിരുന്നു, അത് സർജറിയാണ്. കാരണം ആ സമയത്ത് അവിടെയുള്ള ഞരമ്പിൽ ഏതിലെങ്കിലും ഒന്ന് പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് അമ്മ തളർന്ന് കിടക്കാനോ അങ്ങനെ എന്തെങ്കിലും വലിയ അപകടം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം റിസ്ക് എടുക്കുന്ന ഞങ്ങൾക്ക് അത്ര ധൈര്യമില്ലായിരുന്നു. അപ്പം നമ്മൾ ആയുർവേദത്തിൽ അറിയാവുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ MRI സ്കാനൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞു അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഇതിനൊരു പെർമനൻറ്റ് ക്യൂറില്ല. പക്ഷേ താൽക്കാലികമായിട്ട് ഈ വേദന നമുക്ക് നിർത്തിവെക്കാൻ പറ്റും. അപ്പോൾ വേദനകളൊക്കെ ഒരു കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കാലിൽ വെയിറ്റൊക്കെ ഇട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് 1 മാസത്തോളമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അന്നേരം നിർത്തിവെക്കാം. പക്ഷേ നമ്മൾ അത് ജീവിതകാലം മൊത്തം ആ ഒരു ട്രീറ്റ്മെൻറ്റ് എവറി ഇയർ നമ്മൾ വേദന വരുമ്പം ഇങ്ങനെ ചെയ്യണം എന്നാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പല ആയുർവേദ ഡോക്ടേഴ്സിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഫൈനലി നമ്മൾ ഓക്കെ ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. ആദ്യത്തെ തവണ നമ്മൾ പോകാനായിട്ടിരുന്ന് കഴിഞ്ഞപ്പം അമ്മയ്ക്ക് പനി വന്നു. അപ്പോൾ നമുക്ക് ആ തവണ പോകാൻ പറ്റിയില്ല. അപ്പോൾ താൽക്കാലികമായിട്ട് വേദന കുറയുന്നതിന് ഒരു 2 ആഴ്ചത്തെ മരുന്ന് കൊടുത്തു. എന്നാലും വേദനയ്ക്ക് കുറവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പനിയുള്ളപ്പോൾ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെ രണ്ടാമത് പോകാനിരുന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു 3 ആഴ്ചത്തെ വൈറൽ ഫീവർ കഴിഞ്ഞ് കഠിനമായിട്ടുള്ള ചുമ വന്നു, നിർത്താതെ ചുമയ്ക്കും. ഇപ്പം ആ ചുമയുള്ള സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്തോ സർജറി എന്തായാലും ഇങ്ങനെ മാറ്റി വെക്കുവാണല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആ കൂടെ തന്നെ. അപ്പം നമ്മളിങ്ങനെ കൃപാസനത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാലോ, എന്തായാലും ഇത്രയായി നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് അതിന് മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചേച്ച് നമുക്ക് എന്തായാലും ചെയ്യാം, കാരണം മാതാവ് ഒരു വഴി കാണിച്ച് തരാതിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ കോഴിക്കോട് നിന്ന് ഇവിടെ വരെ അമ്മേനെ കൂട്ടി ബെൽറ്റൊക്കെ ഇട്ട് ഇരുത്തി കൂട്ടി കൊണ്ടുവന്നു. അപ്പം അമ്മയ്ക്ക് ബെൽറ്റ് ഇടാതെ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല, എണീറ്റ് നിൽക്കാനോ ഈവൻ വാഷ്റൂമിൽ പോകാൻ പോലും ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് ബാക്ക് സീറ്റിലിരുത്തി അമ്മേനെ കൊണ്ട് നമ്മൾ കൃപാസനത്തിൽ വന്നു. അമ്മയ്ക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ ആരോഗ്യസ്ഥിതി വെച്ച് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ഉടമ്പടി എടുത്തു, നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്നു. നമ്മൾ ഉടമ്പടിയുടെ സാധാരണമായിട്ടുള്ള അതിൻ്റെ പ്രെയറും അതിൻ്റെ റൂട്ടീൻസൊക്കെ നമ്മൾ അതിൻ്റെ അകത്തെ നിബന്ധനകളൊക്കെ പാലിച്ച് തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. അമ്മേനോട് പറഞ്ഞു, അമ്മ ഇന്ന് രാത്രി നമുക്ക് പ്രത്യേകം ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി. സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞു. അത് കഴിഞ്ഞ് കടക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ മുട്ടുകുത്തി നിന്നു. അമ്മ സൈഡിൽ വന്ന് നിന്നു. അന്നേച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. ഞങ്ങൾ രണ്ടുപേരും, ഞാനും കൈ ഉയർത്തി വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി, സ്വർഗ്ഗസ്നേഹപിതാവും ഒക്കെ ചൊല്ലി വെച്ച് ഈ ഉടമ്പടി തൈലം അമ്മയുടെ നട്ടലിൽ വേദനയുള്ളിടത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പോയി കടന്നു. അമ്മയെ മാതാവ് ശരിയാക്കും, മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും, ഈശോ നമുക്ക് സൗഖ്യം തരും എന്നൊക്കെ പറഞ്ഞു. അമ്മ പോയി കടന്നു, ഞങ്ങൾ കടന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പം തൊട്ട് അമ്മയ്ക്ക് ഒരു വേദനയും ഇല്ല നടുവിന്. അപ്പം ഞങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു അത്ഭുതമൊക്കെ ഒറ്റ രാത്രിയും കൊണ്ട് എങ്ങനെ സംഭവിക്കുന്നു? അപ്പം ഒരു മഹാ അത്ഭുതം പോലെ തോന്നി. എണീറ്റ് നിൽക്കാനോ നടന്നു പോകാനായിട്ടോ ബുദ്ധിമുട്ടുള്ള അമ്മ രാവിലെ എണീറ്റപ്പം എനിക്കിപ്പം വേദനയില്ല എന്ന് പറയുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നു, അമ്മ ഇപ്പം വേദനയുണ്ടോ? അമ്മ പറയുന്നില്ല, എനിക്ക് വേദനയില്ല. അപ്പോൾ അമ്മ ബെൽറ്റ് കെട്ടി. അപ്പോൾ ബെൽറ്റ് കെട്ടിയപ്പോൾ അമ്മയ്ക്ക് പിന്നെ വേദന എടുക്കാൻ തുടങ്ങി. സോ അങ്ങനെ വലിയൊരു സൗഖ്യം മാതാവ് തന്നു. അമ്മ എല്ലാ പണികളും ചെയ്യാൻ തുടങ്ങി. അമ്മയുടെ റുട്ടീനായിട്ടുള്ള എല്ലാ പണിയും ചെയ്തു. അതുകൂടാതെ തന്നെ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് തൊട്ടടുത്ത് പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ അമ്മ മുട്ടുകുത്തി നിന്ന് കുർബാനയുടെ സമയത്ത്, കുർബാന ഉയർത്തുന്ന സമയത്ത് അമ്മയ്ക്ക് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനും പറ്റി. ജനുവരി 20 നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പെരുന്നാൾ സമയത്ത് പോയപ്പം അവിടെ പ്രാർത്ഥിക്കാനും ആ പള്ളിനട കയറാനും ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടായില്ല. അമ്മയ്ക്ക് വലിയ സൗഖ്യം തന്നു. ഇപ്പോൾ ഇത് അമ്മ ഇവിടെ ഈ സ്റ്റെപ്പൊക്കെ കയറി വന്ന് ഇവിടെ കൂടെ നിൽപ്പുണ്ട്. മാതാവിന് സാക്ഷ്യപ്പെടുത്തുന്ന നമുക്ക് തന്ന നന്ദി, നമുക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താൻ വന്നിട്ടുണ്ട്.
ഇനി അതുപോലെ രണ്ടാമതൊരു അനുഗ്രഹം കൂടെ എനിക്ക് ഇവിടെ സാക്ഷ്യപ്പെടുത്താനുണ്ട്. എനിക്ക് 2 ചേച്ചിമാരാണ്. രണ്ടാമത്തെ ചേച്ചി ഓസ്ട്രേലിയയിലാണ്. ആ ചേച്ചിക്ക് ഒരു 1.5 വയസ്സുള്ള ഒരു കുഞ്ഞു മോളുണ്ട്. അപ്പോൾ അവൾക്ക് ഈ അടുത്ത കാലത്ത് ഒരു തക്കാളിപ്പനി എന്ന് പറഞ്ഞൊരു പനി വന്നു. അപ്പോൾ അതിന് നല്ല പനി വരും, റാഷസ് പോലെ മുഖത്തൊക്കെ ഇങ്ങനെ കുരു പോലെ, ഒരു സാധാരണ കുരുവല്ല, നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഈ ചൂടുപനിക്കൊക്കെ വരുന്ന പോലെ കുരു വന്നു, മേത്തൊക്കെ കുരു വന്നു. അപ്പം പനി നന്നായിട്ടുണ്ട് താനും, കുഞ്ഞിന് കരച്ചിലൊക്കെ ഉണ്ട്. അപ്പം അത് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് തൊണ്ടയിലേക്ക് ഈ റാഷസ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് സിവിയർ ആവാൻ ചാൻസ് ഉണ്ട് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ. അപ്പം അതൊക്കെ വരാതെ നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വീട്ടിൽ നമ്മൾ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ കുഞ്ഞിനെ സമർപ്പിച്ച് ഞാനും അമ്മയും ഞാനും മുട്ടുകുത്തി നിന്ന് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഈ ഓയിൽ ഉടമ്പടി തൈലം എടുത്ത് നമ്മൾ കുഞ്ഞിൻ്റെ മുഖത്ത് എവിടെയൊക്കെയാണോ റാഷസ് ഒക്കെ ഉണ്ടായിരുന്നത് അവിടെ നമ്മൾ നമ്മുടെ മുഖത്ത് കുരിശ് വരച്ച് മാതാവേ കുഞ്ഞിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേച്ച് നമ്മൾ ചൊല്ലി അന്ന് രാത്രി പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീറ്റപ്പോൾ കുഞ്ഞിന് സൗഖ്യമായി. അതുമല്ല ആ ഒരു പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും മുഖത്തെ റാഷസ് എല്ലാം പോയി, ഒരു പാടുപോലും ഇല്ലാതെ മാതാവ് വലിയ സൗഖ്യം, മാതാവ് വലിയ ഇടപെട്ട് വലിയ മാധ്യസ്ഥം വഹിച്ച് ഈശോ വന്ന് സൗഖ്യപ്പെടുത്തി തന്നു. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു.